ശരിക്കും അന്യഗ്രഹ ജീവികൾ ഉണ്ടായിരിക്കും. ഇനി ഈ യൂണിവേഴ്സിൽ നമ്മൾ മാത്രമായിരിക്കുമോ ഉള്ളത്? അതോ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ജീവിവർഗം ഈ യൂണിവേഴ്സിൽ എവിടെയെങ്കിലും കാണുമോ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഈ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി പല ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മെക്സിക്കോയിൽ 2023 മെക്സിക്കോയിലെ പെറുവിൽ നിന്ന് 1000 വർഷങ്ങളിലേറെ പഴക്കമുള്ള ഒരു പ്രത്യേകതരം ജീവിയുടെ മമ്മി കണ്ടെത്തിയിരുന്നു. ലോകത്തിന്റെ മുന്നിൽ ഈ മമ്മിയെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു മമ്മിക്ക് കൈകളിൽ 3 വിരലുകളും നമ്മൾ ഇതുവരെ ഒരു ജീവിയിലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു രൂപവുമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ആർക്കിയോളജിക്കൽ ഡേറ്റിംഗ് ടെക്നിക്കിലൂടെ ഈ ഒരു മമ്മി 1000 വർഷങ്ങളിലേറെ പഴക്കമുള്ളതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ മമ്മി കണ്ടെത്തിയവർ അവകാശപ്പെടുന്നത് ഇതൊരു ഏലിയന്റെ മമ്മിയാണെന്നാണ്. പണ്ടുകാലങ്ങളിൽ ഏലിയൻസ് ഭൂമിയിൽ വന്നിരുന്നു എന്നതിൻ്റെ തെളിവാണെന്നാണ് അവരിതിനെ അവകാശപ്പെടുന്നത്. എന്നാൽ മറ്റു ചിലർ ഇതിനെ ഒരു പബ്ലിക് സ്റ്റണ്ടായിട്ടും കാണുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഇത് പണ്ടുകാലങ്ങളിൽ ഹ്യൂമൻസിൻ്റെയും അനിമൽസിൻ്റെയും ബോൺസ് മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു വിഗ്രഹം മാത്രമാണെന്നാണ്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് ഇതുവരെ അറിയില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഏലിയൻസ് എന്നത് ശരിക്കും എന്താണ്? നമ്മൾ മൂവീസിലും സീരീസിലുമൊക്കെ കാണുന്നത് പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ആണോ ഏലിയൻസ്? ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഏലിയൻസ് എന്നത് എന്താണെന്നും ഈ യൂണിവേഴ്സിൽ എവിടെയെങ്കിലും ഏലിയൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നും എങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇതുവരെ ഭൂമിയിൽ വരാത്തതെന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് റോൾ ദ ഇൻട്രോ. ചാപ്റ്റർ 1, ഏലിയൻസ് എവിടെയാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രിയിൽ ആകാശത്തിലൂടെ മിന്നിമായുന്ന നക്ഷത്രങ്ങളെ നോക്കി ഈ യൂണിവേഴ്സിൽ എവിടെയെങ്കിലും നമ്മളെപ്പോലെ മറ്റൊരു ജീവിവർഗം ഉണ്ടാകുമോ? അതോ ഈ യൂണിവേഴ്സിൽ നമ്മൾ മാത്രമായിരിക്കുമോ ഉള്ളത്? ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരെന്തുകൊണ്ടാണ് നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല? ആൻഡ് വേർ ആർ ദേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കുറെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള തിയറീസും ആൻസേഴ്സും ഉണ്ടെങ്കിലും നമ്മളിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കാൻ നോക്കാം. ഇതാണ് നമ്മുടെ യൂണിവേഴ്സ്. ആക്ച്വലി ഇതാണ് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സ്. ഇതിൻ്റെ ടോട്ടൽ ഡയാമീറ്റർ എന്ന് പറയുന്നത് 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ്. അതായത് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഒരു വശത്ത് നിന്ന് സഞ്ചരിച്ച് ലൈറ്റിന് അപ്പുറത്തെ വശത്തേക്ക് എത്തണമെങ്കിൽ 93 ബില്യൺ ഇയേഴ്സ് വേണ്ടി വരും. ഭൂമിയെ സെൻറ്ററാക്കി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വശത്തേക്കും 46.5 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് വരെ കാണാൻ സാധിക്കും. ഇതിനർത്ഥം ഇതാണ് യൂണിവേഴ്സിൻ്റെ ബൗണ്ടറി എന്നല്ല. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു മഹാസമുദ്രം പോലെയാണ്. സമുദ്രത്തിന് എത്രത്തോളം ആഴമുണ്ടോ അതിലെ ജലവും അത്രത്തോളം ആഴത്തിൽ തന്നെ കാണും. നമ്മൾ കാണുന്ന ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ് അതിലെ വെറും ഒരു തുള്ളി ജലം മാത്രമാണ്. മാത്രമല്ല ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിന് പുറത്ത് എന്ത് തന്നെ ആയാലും അവിടുന്ന് ഒരു ലൈറ്റ് പോലും നമ്മളുടെ അടുക്കലെത്തില്ല. സോ മേ ബി അവിടെ എന്തൊക്കെയുണ്ടെന്ന് ഒരിക്കലും നമുക്ക് കണ്ടെത്താനും ആയെന്ന് വരില്ല. എന്നാൽ നമ്മുടെ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ തന്നെ ഏലിയൻസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കാരണം ഇവിടെ തന്നെ ഏകദേശം 100 ബില്യൺ ഗാലക്സീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ഗാലക്സീസിനും 100 to 1000 ബില്യൺ സ്റ്റാർസുമുണ്ട്. ഇതിൽ നിന്ന് 1% സ്റ്റാർസിലെങ്കിലും പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നെങ്കിലോ അതിൽ നിന്ന് 1% പ്ലാനറ്റ്സ് ലൈഫ് ഉണ്ടായിരുന്നെങ്കിലോ ആ ലൈഫിൽ നിന്ന് 1% ഇന്റലിജന്റ് ആയിരുന്നെങ്കിലോ നമ്മളുടെ മൊത്തം യൂണിവേഴ്സും സ്പേസ് ഷിപ്സ് കൊണ്ട് നിറഞ്ഞേനെ. എങ്ങനെയെന്നല്ലേ? ബിക്കോസ് ഓഫ് ഡ്രേക്ക് ഇക്വേഷൻ. പലതരത്തിലുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫ്രെയിംവർക്കാണ് ഡ്രേക്ക് ഇക്വേഷൻസ്. ലൈക്ക് എങ്ങനെയൊക്കെ സ്റ്റാർസ് ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകുന്ന എത്ര സ്റ്റാർസിൽ പ്ലാനറ്റ്സ് കാണും, അങ്ങനെയുള്ള എത്ര പ്ലാനറ്റ്സ് ഹാബിറ്റബിൾ ആയിരിക്കും, ആ പ്ലാനറ്റ്സിൽ തന്നെ നമ്മളെപ്പോലെ സ്പേസിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൈഫ് ക്രിയേറ്റ് ആവാൻ ചാൻസസ് എത്രത്തോളമുണ്ട്. ഇതേപോലെയുള്ള പലതരത്തിലുള്ള പോസിബിലിറ്റീസ് കൺസിഡർ ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ തന്നെ ഏകദേശം നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 10,000 സിവിലൈസേഷൻസ് ആണ് ഉണ്ടാകേണ്ടത്. ഒന്നും രണ്ടുമല്ല, 10,000 സിവിലൈസേഷൻസ്. അങ്ങനെയെങ്കിൽ ഇവരെല്ലാം എവിടെയാണ്? എന്തുകൊണ്ടാണ് അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത്രയും സമയമെടുക്കുന്നത്? ഇനി നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയെ കുറിച്ച് പറയാം. മിൽക്കി വേ ക്രിയേറ്റ് ആയിട്ട് 13 ബില്യൺ ഇയേഴ്സ് ആണ് ആവുന്നത്. ഭൂമി ക്രിയേറ്റ് ആയിട്ട് 4 ബില്യൺ ഇയേഴ്സും. അപ്പോൾ സമയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏലിയൻസിൻ്റെ കൈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനും അത് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തിക്കാനും മൊത്തം യൂണിവേഴ്സ് കോളനൈസ് ചെയ്യാനും നമ്മളുടെ അടുത്തേക്ക് എത്താനും ഒരുപാട് സമയമുണ്ടായിരുന്നു. ബട്ട് ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്നാൽ എന്തുകൊണ്ട്? അതിനുത്തരമാണ് ഫെർമി പാരഡോക്സ്. നോബൽ പ്രൈസ് വിന്നിംഗ് ഫിസിസിസ്റ്റായ എർണിക്കോ ഫെർമി ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. വേർ ആർ ദ ഏലിയൻസ്? ഏലിയൻസ് എവിടെയാണ്?
ആ ഒരു ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിൻ്റെ ഒന്നും കയ്യിൽ ഒരു ഉത്തരമില്ലായിരുന്നു. സ്പേസിനെ കുറിച്ച് വർഷങ്ങളോളം റിസർച്ച് ചെയ്തിട്ടും ലക്ഷക്കണക്കിന് സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് കോടിക്കണക്കിന് സിഗ്നൽസ് യൂണിവേഴ്സിലേക്ക് അയച്ചിട്ടും നമ്മൾക്ക് ഇതുവരെ ഏലിയൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരു മെസ്സേജോ മിസ് കോളോ വന്നിട്ടില്ല. സോ ഇതിന് ഉത്തരമായി ഫെർമി പറയുന്നത് ദെർ ആർ നോ ഏലിയൻസ്. ഈ മൊത്ത യൂണിവേഴ്സിലും ഒരു ഇൻ്റലിജൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ്. ഇതിനെയാണ് ഫെർമി പാരഡോക്സ് എന്ന് പറയുന്നത്. ഫെർമി പാരഡോക്സ് ശരിവെച്ചിരുന്നെങ്കിൽ നമ്മുടെ സ്പേസ് ജേണിക്ക് ഇവിടെ ഇപ്പോൾ ഫുൾ സ്റ്റോപ്പ് വീണേനെ. ബട്ട് കഥ അവിടെ കൊണ്ടും തീരുന്നില്ല. സയൻറ്റിസ്റ്റുകൾ ഇന്നും യൂണിവേഴ്സിൽ എവിടെയെങ്കിലും മറ്റൊരു ലൈഫ് ഉണ്ടോ എന്ന് തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഫെർമി പാരഡോക്സ് തെറ്റാണെന്ന തരത്തിലുള്ള പല കൺസെപ്റ്റുകളും തിയറീസും നിലവിലുണ്ട്. ചാപ്റ്റർ 2 ലെവൽസ് ഓഫ് ഏലിയൻസ്. ലൈഫ് ഇത് കുറച്ച് ബ്രോഡായിട്ടുള്ള ഒരു ടേമാണ്. ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസും ലൈഫാണ്, ചെടികളും വൃക്ഷങ്ങളും ലൈഫാണ്, പക്ഷികളും മൃഗങ്ങളും ലൈഫാണ്, നമ്മൾ ഹ്യൂമൻസും ലൈഫാണ്. പക്ഷേ നമ്മൾ ഹ്യൂമൻസ് ബാക്കിയുള്ള എല്ലാ ലൈഫ് ഫോമിനേക്കാളും ഒരു സ്റ്റെപ്പ് മുന്നിലാണ്. കാരണം ബാക്കിയുള്ള ലൈഫ് ഫോംസ് അവരുടെ ഫിസിക്കൽ എനർജി മാത്രം യൂസ് ചെയ്ത് ജീവിച്ചപ്പോൾ നമ്മൾ അതിൽ നിന്നും അഡ്വാൻസ്ഡായി നമ്മളുടെ ലിമിറ്റ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചു. നമ്മൾക്ക് കുതിരകളെ പോലെ വേഗത്തിൽ ഓടാൻ സാധിക്കില്ലെങ്കിലും അവരെക്കാൾ വേഗത്തിൽ പോകാൻ കഴിയുന്ന കാറുകളും ബൈക്കുകളും നമ്മൾ കണ്ടുപിടിച്ചു. മീനുകളെ പോലെ ആഴത്തിൽ നീന്താൻ കഴിയില്ലെങ്കിലും നമ്മൾ സബ്മറൈൻസ് കണ്ടുപിടിച്ചു. പക്ഷികളെ പോലെ പറക്കാൻ സാധിക്കില്ലെങ്കിലും നമ്മൾ എയറോപ്ലെയിൻസ് കണ്ടുപിടിച്ചു. മോഡേൺ മെഡിസിൻസിന്റെയും ട്രീറ്റ്മെന്റിന്റെയും സഹായത്താൽ നമ്മൾ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി വർദ്ധിപ്പിച്ചു. പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റ് ജീവികളെ പോലെ ഫിസിക്കൽ എനർജി മാത്രം യൂസ് ചെയ്യാതെ ഒരു സിവിലൈസേഷൻ ക്രിയേറ്റ് ചെയ്ത് കോഓപ്പറേഷന്റെ ബലത്തിൽ നമ്മൾ നമ്മുടെ ഫിസിക്കൽ ലിമിറ്റ്സിനെ മറികടന്നു. ഏലിയൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഈ ഡെവലപ്മെന്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏലിയൻസിനെ അല്ലെങ്കിൽ മറ്റൊരു സിവിലൈസേഷനെ നമ്മുടെ യൂണിവേഴ്സിൽ തിരയുമ്പോൾ അവർ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അവർ നമ്മളെക്കാളും പവർഫുൾ ആണോ, നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആണോ, നമ്മൾക്കുള്ളതിനും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് യൂസ് ചെയ്യുന്നവരാണോ? ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി 1964 സോവിയറ്റ് റഷ്യ കാർഡേഷ്യ സ്കെയിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതിലൊരു സിവിലൈസേഷൻ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ള കാര്യം അവർ എത്രത്തോളം എനർജി യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ബേസിൽ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. 3 ടൈപ്പിലുള്ള സിവിലൈസേഷനാണ് ഈ ഒരു പ്രോഗ്രാമിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ടൈപ്പ് 1 സിവിലൈസേഷൻ ഇത് വളരെ ബേസിക് ലെവലാണ്. ഈ ഒരു സിവിലൈസേഷൻ അവരുടെ പ്ലാനറ്റിലെ എല്ലാ റിസോഴ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നവരായിരിക്കും. ടൈപ്പ് 2 സിവിലൈസേഷൻ ഇവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. പ്ലാനറ്റിൻ്റെ വെളിക്ക് പോയി അടുത്തുള്ള സ്റ്റാറിലെ എനർജി ഹാർവെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നവരായിരിക്കും ഇവർ. ടൈപ്പ് 3 സിവിലൈസേഷൻ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ആയിരിക്കും. പ്ലാനറ്റ്സിൻ്റെ അടുത്തുള്ള സ്റ്റാർസിൻ്റെ മാത്രമല്ല മൊത്ത ഗാലക്സിയിലെ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും ഈ ഒരു സിവിലൈസേഷൻ. ഇനി നമ്മൾ ഈ സ്കെയിലിൽ എവിടെയായിരിക്കും എന്നുള്ള കാര്യം നോക്കിയാലോ. നമ്മൾ ഈ സ്കെയിലിൻ്റെ 0.7% ലെവലിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ ഇതുവരെ നമ്മുടെ പ്ലാനറ്റിലുള്ള എല്ലാ എനർജിയും എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ സോളാർ എനർജി. ഒരു ദിവസം ഭൂമിയിലെത്തുന്ന മൊത്ത സോളാർ എനർജിയുടെയും 1% നമ്മൾ ഫുള്ളി ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ മൊത്ത ഭൂമിയിലും 1 ഇയർ ഉപയോഗിക്കുന്ന എനർജിയുടെ 2 മടങ്ങ് അത് മാത്രം കാണും. സൗണ്ട്സ് റെഡിക്കുലസ് ബട്ട് ഇറ്റ്സ് ട്രൂ. ഇന്നത്തെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മൊത്ത ഇലക്ട്രിസിറ്റിയുടെയും 3 or 4% മാത്രമായിരിക്കും സോളാർ പവറിൽ ജനറേറ്റ് ആയിരിക്കുന്നത്. ഹ്യൂമൻസ് അഡ്വാൻസ്ഡ് ആണ്, ബട്ട് അത്രത്തോളം അഡ്വാൻസ്ഡ് അല്ല. സയൻറ്റിസ്റ്റുകൾ പറയുന്നതനുസരിച്ച് നമ്മൾ ടൈപ്പ് 1 സിവിലൈസേഷൻ ആവാൻ ഇനിയും ഒരു 200 years എങ്കിലും എടുക്കുമെന്നാണ്. ഇനി ഒരു ടൈപ്പ് 3 സിവിലൈസേഷൻ നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ തന്നെ ഉണ്ടെന്ന് വരികട്ടെ. അവർ മൊത്ത ഗാലക്സിയുടെയും എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളത് എപ്പോഴേ കണ്ടെത്തിയേനെ. കാരണം അവിടെ സംഭവിക്കുന്നതിൻ്റെ എല്ലാ എഫക്റ്റും റേഡിയേഷനും സിഗ്നൽസും ഭൂമിയിൽ എപ്പോഴേ എത്തിയേനെ. ചാപ്റ്റർ 3 സൊല്യൂഷൻ ഓഫ് ഫെർമി പാരഡോക്സ്. സൊല്യൂഷൻ ഇല്ലാതെ ഒരു പ്രോബ്ലംസും ഉണ്ടാകുന്നില്ല. 1950s ഫെർമി ഒരു പുതിയ പ്രോബ്ലം കണ്ടെത്തി. പിന്നീട് അങ്ങോട്ടുള്ള പല വർഷങ്ങളും ലോകത്തിലെ സ്മാർട്ടസ്റ്റ് മൈൻഡ്സിൽ പലതും ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. 1974 ഫെർമി പാരഡോക്സിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനായി ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു. അതിൽ ഫെർമി പാരഡോക്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തിരുന്നു. സോ ലെറ്റ്സ് ഡിസ്കസ് സംതിങ് ഫ്രം ദാറ്റ്. ഏലിയൻസിനെ കണ്ടെത്താനാവാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതിന് 3 റീസൺസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ലൈഫ് ഈസ് റെയർ. ലെറ്റ്സ് സീ. ഭൂമി 4 ബില്യൺ വർഷം പഴയതാണ്. 3 ബില്യൺ വർഷങ്ങളായിട്ട് ഭൂമിയിൽ ലൈഫുണ്ട്. ബട്ട് ഹ്യൂമൻസ് ഭൂമിയിൽ ഉണ്ടായിട്ട് 3 ലക്ഷം വർഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഓൺ ദ അതർ ഹാൻഡ് ഡോൾഫിൻസ് വളരെയധികം സ്മാർട്ടാണ്. 50 മില്യൺ ഇയേഴ്സ് ആയിട്ട് അവർ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ബ്രെയിൻ നമ്മുടെ ബ്രെയിനിനേക്കാളും വളരെയധികം കമ്പാരിറ്റീവ്ലി വലുതാണ്. മാത്രമല്ല അവരും നമ്മളെപ്പോലെ ഒരു കൂട്ടത്തോടെ തന്നെ ജീവിക്കുന്നു, പരസ്പരം സംസാരിക്കാറുമുണ്ട്. ഇത്രത്തോളം സിമിലാരിറ്റി ഉണ്ടായിട്ടും നമ്മളെക്കാൾ മുന്നേ ഭൂമിയിൽ വന്നിട്ടും ഒരു ഡോൾഫിൻ ഇന്നുവരെ മൊബൈൽ ഫോണോ റേഡിയോയോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. സോ മൈ പോയിന്റ് ഈസ് ലൈഫ് റെയർ തന്നെയാണ്. അതോടൊപ്പം ഇൻ്റലിജൻറ്റ് ലൈഫ്,
ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ റെയറാണ്. ഭൂമിയിൽ തന്നെ പലതരത്തിലുള്ള ലൈഫ് ഫോംസ് ഉണ്ട്. പക്ഷേ നമ്മളുമായി പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ലൈഫ് ഫോം പോലുമില്ല. ഇനി ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ ലൈഫ് ഉണ്ടെന്ന് തന്നെ വെക്കാം. പക്ഷേ അത് മൂവീസിലൊക്കെ കാണിക്കുന്നത് പോലെ ഇൻ്റലിജൻറ്റും അഡ്വാൻസ്ഡ് ആയിട്ടുമുള്ളൊരു ക്രീച്ചർ ആയിരിക്കില്ല. മൈക്രോ ഓർഗാനിസംസ് കാണും, മൾട്ടി സെല്ലുലാർ ലൈഫ് കാണും, ചിലപ്പോൾ പ്ലാന്റ്സോ അനിമൽസോ കാണും. പക്ഷേ ഒരു സിവിലൈസേഷൻ ഒന്നും കാണാനുള്ള ചാൻസ് ഇല്ല. റീസൺ നമ്പർ 2, ഏലിയൻസ് വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. ഈ ഒരു പോസിബിലിറ്റി ആദ്യത്തെ പോസിബിലിറ്റിയുടെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. ലൈക്ക് ഏലിയൻസ് ഉണ്ട്, ബട്ട് അവർ വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അവർക്ക് നമ്മളെക്കുറിച്ച് അറിയിക്കുകയും ചെയ്യാം, പക്ഷേ നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. ബട്ട് വൈ? കാരണം നമ്മൾ അവരുടെ ലോജിക്ക് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. നമ്മൾ കാട് വെട്ടിത്തെളിച്ച് മെട്രോ നിർമ്മിക്കുന്നു. സോ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം കുറച്ചുകൂടി ഫാസ്റ്റ് ആവുകയും നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഡെവലപ്പ് ആവുകയും ചെയ്യും. എന്നാൽ ആ കാട്ടിൽ താമസിക്കുന്ന മൃഗങ്ങൾക്ക് നമ്മുടെ ലോജിക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാടിനെ വെറും ഒരു റിസോഴ്സായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാട് കയ്യേറി അവരുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുകയാണ്. നമ്മളിനി എത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും അവർക്ക് നമ്മുടെ ലോജിക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. കാരണം ആ മൃഗങ്ങളൊന്നും തന്നെ നമ്മളെപ്പോലെ ഇവോൾവ് ആയിട്ടില്ല. ഇതുപോലെ തന്നെ ഏലിയൻസിൻ്റെ കണ്ണിൽ നമ്മളും നമ്മുടെ ടെക്നോളജികളും വളരെയധികം ബേസിക് ആയിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല ടെക്നോളജികളും അവർ കുറച്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കും. ഇതുപോലെ തന്നെ അവർ വളരെയധികം അഡ്വാൻസ്ഡ് ആയിരിക്കും. അവരെ ഒരിക്കലും ഡിറ്റക്റ്റ് ചെയ്യാതിരിക്കാനുള്ള ടെക്നോളജികളും അവർ യൂസ് ചെയ്യുന്നുണ്ട്. മേ ബി ഇങ്ങനെയാണെങ്കിൽ ഇൻ ദ ഫ്യൂച്ചർ ഏലിയൻസ് നമ്മുടെ എർത്തിനെ ഒരു റിസോഴ്സായിട്ട് ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. റീസൺ നമ്പർ 3, ഡിജിറ്റൽ ഏലിയൻസ്. ഈ ലോജിക്ക് വളരെയധികം സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഭൂമിയിൽ 8 ബില്യൺ ആളുകളുണ്ട്. എന്നാൽ ഈ 8 ബില്യൺ ആളുകൾക്കും സ്പേസിനെ കുറിച്ച് അറിയാനും സ്പേസിനെ കുറിച്ച് പഠിക്കാനും താല്പര്യമുണ്ടാകുമോ? എല്ലാവർക്കും ആസ്ട്രോനോട്ട് ആവാനായിരിക്കുമോ ആഗ്രഹം? ഒരിക്കലുമല്ലേ. സോ ഓരോ ആളുകൾക്കും ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ തന്നെ ഓരോ സിവിലൈസേഷനും ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൂടെ? സ്റ്റിൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ട്, ലൈക്ക് ഹങ്കർ, ഡെത്ത്, ഈവൻ ബോർഡം. ഒരു പക്ഷേ ഏലിയൻസിന് സ്പേസ് എക്സ്പ്ലോറേഷനിൽ താല്പര്യമില്ലാത്തവരാണെങ്കിലോ, അല്ലെങ്കിൽ അവരുടെ പ്ലാനറ്റിൻ്റെ ഗ്രാവിറ്റി തന്നെ റോക്കറ്റൊന്നും ബിൽഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളതാവാം. മേ ബി അവരുടെ ഫോക്കസ് തന്നെ വേറെ ആവാം. അവരവരുടെ ടെക്നോളജികൾ ഉപയോഗിച്ച് അവരുടെ പ്ലാനറ്റിലുള്ളവരുടെ ലൈഫ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നതും അവരതിലായിരിക്കും അവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതും. ചിലപ്പോൾ സ്പേസിൽ കറങ്ങി നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഏലിയൻസിന് ഇഷ്ടം അവരുടെ പ്ലാനറ്റ്സിലെ ബേസിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിലായിരിക്കും. ഇതേപോലുള്ള കുറേയധികം ലോജിക്കൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതിൽ മറ്റൊന്നാണ് ദ ഗ്രേറ്റ് ഫിൽറ്റർ. ടെക്നോളജി ഒരു വരദാനമാണെങ്കിൽ അതൊരു ശാപം കൂടിയാണ്. ന്യൂക്ലിയർ പവറിൽ നിന്ന് നമുക്ക് എനർജിയും ഉണ്ടാക്കാൻ സാധിക്കും, അതിൽ നിന്ന് ബോംബും ഉണ്ടാക്കാൻ സാധിക്കും. മേ ബി ഇൻ ദ ഫ്യൂച്ചർ നമ്മൾ ഇൻട്രസ്റ്റെല്ലാം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജി കണ്ടുപിടിച്ചെന്ന് വെക്കുക. ബട്ട് അതിന് വേണ്ടിയിട്ടുള്ള എനർജി ഹാർവെസ്റ്റ് ചെയ്യുന്നതിനെ തുടർന്ന് ഒരു യുദ്ധം തന്നെ നടന്നേക്കാം. ആ ഒരു യുദ്ധത്തിൽ നമ്മൾ തന്നെ മേ ബി നമ്മുടെ പ്ലാനറ്റ്സ് ഡിസ്ട്രോയും ചെയ്തേക്കാം. സോ ടെക്നോളജി ക്യാൻ ബി ഡേഞ്ചറസ്. പാറ്റേണിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മേ ബി മൊത്തം യൂണിവേഴ്സിലും ഇതേ പാറ്റേൺ തന്നെയാവും നടക്കുക. സിവിലൈസേഷൻസ് ക്രിയേറ്റ് ആയിരിക്കാം, ബട്ട് ഇൻ്റർസ്റ്റെല്ലാർ സിവിലൈസേഷൻ എത്തും മുമ്പേ തന്നെ നാച്ചുറൽ കോസസിൻ്റെ കാരണമോ അല്ലെങ്കിൽ അവരുടെ തന്നെ മിസ്റ്റേക്സിൻ്റെ കാരണമോ ആ മൊത്തം സിവിലൈസേഷനും വൈപ്പ് ഔട്ട് ആയിരിക്കാം. ചാപ്റ്റർ 4, കൺക്ലൂഷൻ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇതുവരെയുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നോക്കി. കോൺസ്പിറസീസ് തിയറീസ് അല്ലാതെ ആക്ച്വലി ഏലിയൻസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇനി ഏലിയൻസ് ഉണ്ടെങ്കിൽ തന്നെ അവർ നമ്മൾ കരുതുന്ന പോലെ ഫ്രണ്ട്ലി ആയിരിക്കുമോ? ഏലിയൻസ് നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾക്കറിയില്ല. ബട്ട് പോസിബിലിറ്റീസ് വളരെയധികം എക്സൈറ്റിംഗ് ആണ്. മേ ബി ഈ മൊത്തം യൂണിവേഴ്സിലും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ചിലപ്പോൾ ഈ യൂണിവേഴ്സിലെ തന്നെ ടെക്നോളജിക്കൽ ഹാർഡൽസിനെ ക്രോസ് ചെയ്യുന്ന ആദ്യത്തെ സിവിലൈസേഷനും നമ്മളായിരിക്കും. ഇൻ ദ ഫ്യൂച്ചർ കോഓപ്പറേഷൻ്റെ ബലത്തിലൂടെ പ്ലാനറ്റ്സിനെ കോളനൈസ് ചെയ്യുന്ന ആദ്യത്തെ ലൈഫ് ഫോം ഹ്യൂമൻസ് ആയിരിക്കും. ചന്ദ്രയാൻ, ആദിത്യ L1, ഗഗൻയാൻ പോലുള്ള മിഷൻസ് നമുക്ക് തരുന്ന ഹോപ്പും ഇത് തന്നെയാണ്. ഇതേപോലുള്ള ഏതെങ്കിലും ഒരു പ്രോജക്റ്റിലൂടെ തൊട്ടടുത്ത വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലൈഫിനെ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.